നീ എൻ സ്വന്തം ഭാഗം 43. നിങ്ങൾ ആരും പേടിക്കണ്ട. എൻ്റെ കൊച്ചുമോളെ പോലെ തന്നെ ഇവരെയും ഞാൻ നോക്കിക്കൊള്ളാം. വേറെയും 3 പേരുണ്ടെന്നല്ലേ പറയുന്നത്. അവർ കൂടി വരട്ടെ. ഞങ്ങളുടെ വീട്ടിൽ ഞാനും അദ്ദേഹം മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ ജോലിക്കാരുണ്ട്. ബഹളമൊന്നുമില്ലാതെ കിടക്കുന്ന ആ വീട് ഇവരെ കൊണ്ടെങ്കിലും ഒന്ന് ഉണരട്ടെ. ഈ ഒരു വിഷുവും ഈ ഒരു വെക്കേഷനും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തത് ഓർമ്മയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി എല്ലാവരെയും ഒന്ന് നോക്കി ചിരിച്ചു. മുത്തശ്ശി ചെന്ന് കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. പുറകിൽ ദക്ഷയും ശരണിയും ശ്രീകുട്ടിയും കയറി. ഡ്രൈവർ വന്ന് അവരുടെ ബാഗെല്ലാം ഡിക്കിയിലേക്ക് വെച്ചു. അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും എല്ലാം യാത്ര പറഞ്ഞ് അവർ അവിടെ നിന്നും ഇറങ്ങി. തൻ്റെ ജീവിതം മാറ്റിമറിക്കാനുള്ള യാത്രയാണ് എന്നറിയാതെ ദക്ഷ ശ്രീകുട്ടിയുടെയും ശരണ്യയുടെയും നടുവിലിരുന്നു. അവളുടെ മനസ്സിൽ അപ്പോൾ ശ്രീദേവ് ആയിരുന്നു. അവൾ ഫോൺ എടുത്ത് നോക്കി. ശ്രീദേവിൻ്റെ ഒരു മെസ്സേജ് അവൾ കണ്ടു. അടുത്ത് ശ്രീകുട്ടിയും ശരണ്യയും ഇരിക്കുന്നത് കൊണ്ട് അവൾക്ക് ഫോൺ എടുത്ത് മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ശ്രീകുട്ടിയുടെ ഫോൺ റിങ് ചെയ്തു. അവൾ ഫോണിൽ ആരോട് സംസാരിക്കുന്നത് കണ്ടതും അവൾ മെസ്സേജ് എടുത്ത് നോക്കി. എൻ്റെ തറവാട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പെണ്ണായി കൈപിടിച്ച് ആ വീട്ടിലേക്ക് കയറ്റാമെന്നാണ് ഞാൻ കരുതിയത്. സാരമില്ല, അത്ര മാത്രമായിരുന്നു മെസ്സേജ്. പിന്നെ കുറച്ച് സ്മൈലികളും. പെട്ടെന്ന് തന്നെ അവൾ ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് മാറ്റിവെച്ചു. അപ്പോൾ അവളുടെ കണ്ണുകളിൽ ഇതൊക്കെ പറഞ്ഞ ശ്രീദേവിൻ്റെ മുഖമായിരുന്നു. യാത്രക്കിടയിൽ മുത്തശ്ശി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അതനുസരിച്ച് ശരണിയും ശ്രീകുട്ടിയും മറുപടിയും പറയുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞതും നല്ലൊരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തി അവർ 4 പേരും അതിൽ നിന്ന് ഇറങ്ങി. മുത്തശ്ശി ഡ്രൈവറെയും വിളിച്ചു. അവർ 5 പേരും കൂടി ഒരുമിച്ച് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു. ശരണ്യ അവൾക്ക് ഇഷ്ടമുള്ളത് എല്ലാം ഓർഡർ ചെയ്തു. ശ്രീകുട്ടിയും അവൾക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തു. ദക്ഷ അവൾക്ക് നാടൻ ഊണ് മതി എന്ന് പറഞ്ഞു. അവൾ അതാണ് ഓർഡർ ചെയ്തത്. മുത്തശ്ശിയും അത് തന്നെയാണ് ഓർഡർ ചെയ്തത്. എല്ലാവരും സംസാരിച്ചും മറ്റും ഭക്ഷണം കഴിച്ചു. ഇതിനിടയിൽ തന്നെ മുത്തശ്ശിയുമായിട്ട് അവർക്ക് ഒരുപാട് അടുപ്പം തോന്നി. വീണ്ടും ദീർഘദൂരം യാത്രയ്ക്ക് ശേഷം നാട്ടിൻപുറം എന്ന് തോന്നിക്കുന്ന ഒരു ഭാഗത്തേക്ക് വണ്ടി തിരിഞ്ഞു. നിറയെ നെൽപ്പാടങ്ങൾ കണ്ടതും എല്ലാവരും ആകാംക്ഷയോടെ പുറത്തേക്ക് നോക്കി. സന്ധ്യ ആകുന്നത് കൊണ്ട് തന്നെ അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എവിടെ നിന്നോ അമ്പലത്തിൽ നിന്നുള്ള പാട്ട് കേൾക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്ടത്തോടെ 3 പേരും പുറത്തേക്ക് നോക്കിയിരുന്നു. പാടത്തിന് നടുക്കായിട്ട് കാണുന്ന ഒരു ക്ഷേത്രം. അത് കണ്ടതും അതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞ് ശരണ്യെ കാണിച്ചു കൊടുത്തു. അവിടെ നിന്നും കുറച്ചുകൂടി മാറിയതും പാടത്തിന് നടുവിലൂടെയുള്ള മറ്റൊരു വഴി കണ്ടു. അത് ചെന്ന് നിന്നത് വലിയൊരു ഗേറ്റിന് മുന്നിലാണ്. അവിടെ നിന്നും ഒരാൾ വേഗം വന്ന് ഗേറ്റ് തുറന്നു. ഗേറ്റ് തുറന്നതും കാറ് ഗേറ്റിനകത്ത് കൂടി ചെന്നപ്പോഴേ കണ്ടു മുറ്റത്ത് വലിയ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. മുറ്റത്ത് ഒരുപാട് വാഹനങ്ങളുണ്ട്. എല്ലാം വിലപിടിപ്പുള്ള കാറുകളാണെന്ന് മനസ്സിലായി. സന്ധ്യ ആയതോടുകൂടി തന്നെ നിറയെ പ്രകാശമുണ്ട്. നീണ്ടു നിവർന്ന് കിടക്കുന്ന വലിയ ഒരു ഇരുനില വീടാണ്. അതും പഴയ കാലത്തെ കോവിലകം പോലെയെല്ലാം തോന്നിക്കുന്നു. അത്രയും ഭംഗിയുണ്ടായിരുന്നു. നിറയെ ലൈറ്റുകളാൽ നിറഞ്ഞു നിൽക്കുന്ന ആ വീട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ദക്ഷയും ശ്രീകുട്ടിയും അതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. അവർ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശി ഏട്ടു വന്നിട്ടുണ്ടോ എന്നുള്ള ശരണ്യയുടെ ചോദ്യം കേട്ടു. ചോദ്യം കേട്ടതും ദക്ഷയും ശ്രീകുട്ടിയും ശരണ്യയെ നോക്കി. മുത്തശ്ശി ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് ശരണ്യെ നോക്കുന്ന ആ വണ്ടിയുടെ ഭാഗത്തേക്ക് നോക്കി. ശരിയാണ്, ശ്രീദേവിൻ്റെ കാറാണെന്ന് അത് കണ്ടതും ദക്ഷയ്ക്ക് മനസ്സിലായി. അവളുടെ നെഞ്ചിടിപ്പ് കൂടി തുടങ്ങി. മക്കളെ വാ എന്ന് പറഞ്ഞ് മുത്തശ്ശി മുന്നിൽ നടന്നു. മുന്നിൽ നടക്കുന്ന മുത്തശ്ശിയുടെ പുറകിലായി അവർ 3 പേരും നടന്നു. ആ കാണുന്നത് സർപ്പക്കാവാണ് എന്ന് പറഞ്ഞ് നിറയെ മരങ്ങളാൽ ഇരുട്ട് വീണ് കിടക്കുന്ന ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ശരണ്യ പറഞ്ഞു. മുൻവശത്ത് വലിയ ഗോപുരം പോലെ കാണാം. അവിടെ വലിയ വില കൂടിയ ഒരു കാറ് കിടക്കുന്നുണ്ട്. അവിടെ എത്തിയതും കണ്ടു മുൻവശത്ത് ആളുകൾക്ക് ഇരിക്കാനായി ഇട്ടിരിക്കുന്ന ഭംഗിയുള്ള ഇരിപ്പിടത്തിലായി ഇരിക്കുന്ന ശ്രീദേവിനെ. അടുത്തായി മുത്തശ്ശനുണ്ട്. മുൻവശത്തുള്ള തൂക്ക് വിളക്കുകൾ എല്ലാം ദീപം തെളിയിച്ചിട്ടുണ്ട്. അവരെ കണ്ടതും ശ്രീദേവും മുത്തശ്ശനും അവിടെ നിന്നും എഴുന്നേറ്റു. എത്തിയോ? എന്താ ഇത്രയും വൈകിയത്? മുത്തശ്ശൻ ചോദിച്ചു. വരുന്ന വഴിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി, മുത്തശ്ശി പറഞ്ഞു. അപ്പോൾ ശ്രീദേവിൻ്റെ കണ്ണുകൾ ദക്ഷയിലായിരുന്നു. അവൾ മുഖമുയർത്താതെ ബാഗിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടതും കയറു മക്കളെ
എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് കയറ്റാൻ പോയതും ശ്രീദേവ് അവരുടെ അടുത്തേക്ക് വന്നു. മുത്തശ്ശിയുടെ കൈപിടിച്ച് ശരണ്യയും അവളുടെ കൈപിടിച്ച് ശ്രീകുട്ടിയും അകത്തേക്ക് കയറി. പുറകിലായി നടന്ന ദക്ഷ കയറാൻ പോയതും പെട്ടെന്ന് ശ്രീദേവ് അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ ചെറുവിരലിൽ അവൻ്റെ ചെറുവിരൽ കോർത്തു പിടിച്ചു. പെട്ടെന്നായതുകൊണ്ട് അവളൊന്ന് ഞെട്ടി അവനെ നോക്കി. വേഗം എന്ന് പറഞ്ഞ് ശ്രീദേവ് വേഗം അവളെയും കൊണ്ട് ആ പടി കടന്ന് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയതും ശ്രീദേവ് ആ സമയം തന്നെ അവളുടെ കയ്യിൽ നിന്നുള്ള പിടി വിട്ടു. അപ്പോഴാണ് മുത്തശ്ശി തിരിഞ്ഞു നോക്കിയത്. നീ എപ്പോഴാണ് വന്നത്? മുത്തശ്ശി ശ്രീദേവിനോട് ചോദിച്ചു. ഞാൻ മുത്തശ്ശിയെ വിളിച്ചപ്പോൾ തന്നെ എത്തിയിരുന്നു എന്ന് പറഞ്ഞ് ശ്രീദേവ് അകത്തേക്ക് നടന്നു. എന്നാ ഇതെല്ലാം കണ്ട് വായും തുറന്ന് നിൽക്കുന്നുണ്ട് മുത്തശ്ശൻ. അത് കണ്ടതും മുത്തശ്ശി, നിങ്ങളെന്താ ഈ വായും തുറന്ന് നിൽക്കുന്നത്? മുത്തശ്ശി ചോദിച്ചു. പെട്ടെന്നുള്ള അവരുടെ ചോദ്യം കേട്ടതും എന്താ എന്താ നീ ചോദിച്ചത് എന്ന് മുത്തശ്ശൻ ചോദിച്ചു. നിങ്ങളിത് എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ഇവിടുത്തെ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ അങ്ങനെ നോക്കി നിന്ന് പോയതാണ്, മുത്തശ്ശൻ ശ്രീദേവിനെ നോക്കി പറഞ്ഞു. എന്നാൽ പുറകിലായി വന്ന മുത്തശ്ശൻ അത് കണ്ടു എന്നുള്ളത് ദക്ഷയിൽ ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയത്. മക്കൾക്ക് മുകളിലെ റൂം മതിയോ? മുത്തശ്ശി ചോദിച്ചു. ഞങ്ങൾക്കെല്ലാവർക്കും കൂടി എൻ്റെ റൂം മതി, ശരണ്യ പറഞ്ഞു. പിന്നെ അവർ വരുമ്പോൾ വേറെ 2 റൂം കൂടി ഞങ്ങൾ എടുത്തോളാം, ശരണ്യ പറഞ്ഞു. എന്നാൽ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും ചായ എടുക്കാം. പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ കുളിച്ചിട്ട് ഭക്ഷണം ഞങ്ങൾ കഴിക്കാറുള്ളൂ. ശ്രീദേവ്, നീ കൂടി ചെല്ല്, പോയി ഫ്രഷ് ആയിട്ട് വാ, മുത്തശ്ശി പറഞ്ഞു. താഴെയുള്ള മുറിയിലേക്ക് കയറി പോകുന്നത് അവർ കണ്ടു. ശ്രീദേവ് മുകളിലേക്കുള്ള പടികൾ കയറാൻ പോയതും മോനെ ശ്രീദേവ് ഒന്ന് നിന്നേ, മുത്തശ്ശൻ വിളിച്ചു. ശ്രീദേവ് അവിടെ തന്നെ നിന്നു. അപ്പോഴേക്കും ശരണ്യ ദക്ഷയും ശ്രീകുട്ടിയുടെയും കൈ പിടിച്ചുകൊണ്ട് മുകളിലെ റൂമിലേക്ക് പോയി. നീ എന്തു പണിയാ കാണിച്ചത്? എൻ്റെ ജീവൻ പോയി. 1 സെക്കൻഡ് കൊണ്ടാ അവൾ തിരിഞ്ഞു നോക്കിയത്. ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശ, അവൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് വേണം ഈ പടികൾ കയറണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അത് ഞാൻ നടത്തി, ശ്രീദേവ് പറഞ്ഞു. എന്നാലും എൻ്റെ മോനെ, ഇതൊന്നൊന്നര ആഗ്രഹമായിപ്പോയി. ഞാൻ വിചാരിച്ചു തീർന്നു എന്ന്. അയ്യേ, ബിസിനസ് ലോകം ശക്തിദേവ് എന്ന് പറഞ്ഞ പേര് കേട്ടാൽ തന്നെ ഞെട്ടും. എന്നാൽ ഇവിടെ ശക്തിദേവ് ഭാര്യയെ പേടിക്കുന്നു. മോശമല്ലേ? ശ്രീദേവ് ചോദിച്ചു. ഒരു മോശവും ഇല്ല, ഞാനെൻ്റെ ഭാര്യയെ പേടിക്കുന്നുണ്ട്. ആ പേടി എന്താണെന്നറിയൂ നിനക്ക്? അവളെ എനിക്ക് ഒരിക്കലും നഷ്ടമാകരുത് എന്നുള്ള പേടിയാണ്. എൻ്റെ മരണം വരെ അവളെൻ്റെ കൂടെ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമാണ്. ആ ആഗ്രഹമാണ് എനിക്ക് പേടിയായിട്ട് മാറിയത്. അല്ലാതെ മറ്റൊന്നും എനിക്ക് ഈ ലോകത്ത് പേടിയില്ല. ഞാൻ എൻ്റെ ഭാര്യയെ പേടിക്കുന്നത് കൊണ്ടാണ് മോനെ ഇത്രയും സന്തോഷമായിട്ട് ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ പല ബിസിനസ്സുമാരെ പോലെയും പലയിടത്തും പല മീറ്റിങ്ങുകളിൽ പോകുമ്പോഴും അവരുടെ PA ഉണ്ടാകും. അത് പലപ്പോഴും മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് ഭാര്യയായിട്ടും എൻ്റെ PA ആയിട്ടും എല്ലാം ആ കയറിപ്പോയ മുത്തശ്ശിയില്ലേ, അവളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഒന്നിനെയും പേടിയുണ്ടായിരുന്നില്ല. എൻ്റെ കൺവെട്ടത്ത് എൻ്റെ പെണ്ണ് എപ്പോഴും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് എൻ്റെ ബിസിനസ് ലോകത്തെ ഏറ്റവും വലിയ വിജയമായി മാറിയത്. എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ ഭാര്യയാണെന്ന്. മുത്തശ്ശൻ പറഞ്ഞതും എനിക്കിഷ്ടമാണ്. എൻ്റെ മുത്തശ്ശൻ ഭാര്യയെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അതുപോലെ സ്നേഹിച്ചു കൊണ്ട് നടക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. മാതാപിതാക്കൾ എപ്പോഴും മക്കൾക്ക് വഴികാട്ടിയായിരിക്കണം എന്നല്ലേ പറയുന്നത്? ഇവിടെ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയാണ് എൻ്റെ വഴികാട്ടി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ രഹസ്യമായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെയും രഹസ്യം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ടിപ്പുകൾ പറഞ്ഞു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മുത്തശ്ശനിൽ നിന്ന് കിട്ടിയ ടിപ്പുകളും അനുഭവങ്ങളും കേട്ടിട്ടാണ് ബിസിനസ് ലോകത്ത് എനിക്ക് എന്തെങ്കിലും ആകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പിന്നിൽ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശൻ്റെ ഉപദേശങ്ങളും അനുഗ്രഹവും കൊണ്ടാണ്. അപ്പോൾ ഇക്കാര്യത്തിലും ഞാനത് പ്രതീക്ഷിക്കുന്നു, ശ്രീദേവ് പറഞ്ഞു. ഉറപ്പായിട്ടും നിനക്ക് എൻ്റെ സഹായം ഉണ്ടാവും. പക്ഷേ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇവിടെ ഉണ്ടാകണം നീ ഞങ്ങളുടെ കൂടെ. സമ്മതിച്ചോ? മുത്തശ്ശൻ ചോദിച്ചതും ഉറപ്പായിട്ടും ഞാനും എൻ്റെ പെണ്ണും ഇവിടെ ഉണ്ടാകും. അറിയാലോ, പാലസിലേക്ക് പോകാൻ പറ്റില്ല. ഞാൻ ഇവളെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഭൂകമ്പമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇവളെ മാത്രമല്ല, ഞാൻ അവർ കണ്ടെത്തിയിരിക്കുന്ന ആ പെണ്ണിലെ അവളെ ഒഴിച്ച് ആരെ വിവാഹം കഴിച്ചാലും ഉറപ്പായിട്ടും പ്രശ്നമുണ്ടാകും. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ സ്നേഹിച്ച പെണ്ണിനെയും ചേർത്ത് പിടിച്ച് മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും പ്രണയം കണ്ട് സ്നേഹം കണ്ട് ജീവിക്കുന്നതല്ലേ നല്ലത്? ശ്രീദേവ് ചോദിച്ചു.
ഉറപ്പായിട്ടും അത് തന്നെയാ നല്ലത്. അപ്പോൾ കണ്ടുപിടിക്കാൻ തയ്യാറായിക്കോ. പക്ഷേ അതിനിടയ്ക്ക് കൂടി ഇപ്പോൾ കാണിച്ചതുപോലെ ഗോൾ അടിക്കരുത്. കാരണം എനിക്ക് അറ്റാക്ക് വരും. നിന്റെ മുത്തശ്ശിയെ അറിയിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അറിയിക്കാതെ നടക്കുന്ന പരിപാടി ആയതുകൊണ്ടേ സൂക്ഷിക്കണം, മുത്തശ്ശൻ പറഞ്ഞു. അല്ല മോനെ, നമുക്ക് നിന്റെ മുത്തശ്ശിയോട് പറഞ്ഞാലോ? പറയാം. അതിനു മുമ്പ് അവൾ എനിക്കൊരു റിപ്ലൈ തരട്ടെ, എന്നിട്ട് നമുക്ക് മുത്തശ്ശിയോട് പറയാം, പോരെ? ശ്രീദേവ് ചോദിച്ചു. അത് മതി. പക്ഷെ മോനെ ശ്രീദേവ്, ആ പെങ്കൊച്ച് ഇവിടെ വരേണ്ടി വന്നു നിനക്ക് ഇങ്ങോട്ട് വരാൻ. എത്ര നാളായെന്നറിയോ നീ ഇങ്ങോട്ട് വന്നിട്ട്? ഇനി അവളെ വെച്ച് ഞാൻ നിന്നെ ഇവിടെ ലോക്കാക്കും. നീ നോക്കിക്കോ, മുത്തശ്ശൻ പറഞ്ഞു. അത് മുത്തശ്ശൻ ലോക്കാക്കണ്ട, ഞാൻ തന്നെ ലോക്കായിക്കൊള്ളാം. അപ്പോ നിന്റെ സിനിമാ ജീവിതം അവൾക്ക് മുന്നിൽ അതൊന്നുമല്ല. എനിക്ക് അതിനേക്കാളെല്ലാം വലുത് എൻ്റെ പെണ്ണാണ്. പിന്നെ എൻ്റെ മുത്തശ്ശൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ബിസിനസ്സും ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ ബിസിനസ്സും അതൊക്കെ പോരെ എനിക്കും എൻ്റെ മക്കൾക്കും പിന്നെ അവരുടെ മക്കൾക്കുമായി ഒരു 10-15 തലമുറയ്ക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതുപോരെ. അപ്പോൾ ഇനിയുള്ള കാലം ഞാനും പ്രണയിച്ചും സ്നേഹിച്ചും ജീവിക്കട്ടേനേ, ജീവിതം ഒന്ന് ആസ്വദിക്കട്ടേനേ, ശ്രീദേവ് പറഞ്ഞു. എൻ്റെ നാഗത്താമാരെ, എൻ്റെ കുഞ്ഞിന് നല്ല ബുദ്ധി തോന്നിച്ചല്ലോ. 1000 നന്ദി, മുത്തശ്ശൻ പറഞ്ഞതും ആ നന്ദി ആ പോയ ദക്ഷയ്ക്ക് കൊടുത്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് മുത്തച്ഛൻ്റെ കവളിൽ പിടിച്ചുകൊണ്ട് അവൾ പടികൾ കയറിപ്പോയി. അത് കണ്ടുകൊണ്ട് മുത്തച്ഛൻ നിറഞ്ഞ പുഞ്ചിരിയോടെ നോക്കി നിന്നു. എന്നാൽ ഇതേ സമയം റൂമിൻ്റെ വാതിൽ തുറന്ന് മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങിയതും അവർ നോക്കിയത് മുത്തച്ഛനെയായിരുന്നു. മുത്തശ്ശി മുത്തച്ഛൻ്റെ അടുത്തേക്ക് വന്നു. ആ വരവും ആ നോട്ടവും കണ്ടപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു പരിഭ്രമം തോന്നി. എന്താ ഉദ്ദേശം? നിങ്ങളുടെയും ആ കൊച്ചുമകൻ്റെയും? മുത്തശ്ശി ചോദിച്ചതും മുത്തച്ഛൻ ഞെട്ടലോടെ അവരെ നോക്കി. ഹായ്, ഇന്ന് നീയൻ സ്വന്തം എന്ന സ്റ്റോറിക്ക് ലെങ്ത് ഇത്രയേ ഉള്ളൂ. എൻ്റെ ശബ്ദം പോയി തുടങ്ങി, ചോര വന്നു തുടങ്ങി തൊണ്ടയിന്ന്. അത്രയും ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നാളെ കുറച്ച് കൂട്ടിത്തരാൻ ശ്രമിക്കാം കേട്ടോ, ഹോസ്പിറ്റലിൽ നിന്ന് പോയി വന്നതിന് ശേഷം. ഓക്കെ, ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.